അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഇന്നൊരു കുറേ വിപുലമായ രീതിയിലുള്ള കുക്കിങ്ങാണ്. ഞാനിവിടെ സാമ്പാർ, അടിപൊളി സാമ്പാർ ഉണ്ടാക്കി. നമ്മുടെ ബ്രാഹ്മിൻസ് സാമ്പാർ പൊടി കൊണ്ട് അടിപൊളി സാമ്പാർ ഉണ്ടാക്കി. ഇവിടെ നമ്മൾ അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. എപ്പോഴും ഞാൻ കാണിക്കുന്ന ചിക്കൻ കറി, അതുകൊണ്ട് ചിക്കൻ കറിയുടെ വീഡിയോ ഒന്നുമില്ല. നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് അടിപൊളിയാക്കി അതിൻ്റെ ചെറുതായിട്ട് ഫ്രൈ ചെയ്ത പച്ചപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇവിടെ അടിപൊളി. എന്നിട്ട് ഇവിടെ നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഉരുളിക്കകത്താണ് ഉണ്ടാക്കിയത്. അപ്പം നമുക്ക് കൂടുതലായിട്ടുള്ളപ്പം ഈ ഉരുളിക്കകത്ത് ഉണ്ടാക്കുന്നത് നല്ലത്. അപ്പം ഞാനിവിടെ ഗരാജിലെ സ്റ്റൗവ് വെച്ചാണ് ഉണ്ടാക്കിയത്. അല്ലെ നമ്മൾ അകത്ത് വെച്ചുണ്ടാക്കിയ വീടിനകത്തെല്ലാം സ്മെല്ലാകും. പിന്നെ അവിടെ സ്റ്റൗവെല്ലാം അഴുക്കാവുന്നുണ്ട്. നമ്മൾ ഇവിടെ വെച്ചുണ്ടാക്കി. ചിക്കൻ, ബീഫ്, ഫിഷ് ഫ്രൈ എല്ലാം നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ കറി റെഡി. ഇനി എനിക്ക് കുറേ കുക്കിംഗ് ചെയ്യാനുണ്ട്. ഇനി എനിക്ക് ക്യാബേജ് ആൻഡ് ക്യാരറ്റ് തോരൻ ഉണ്ടാക്കണം, ബീൻസ് തോരൻ ഉണ്ടാക്കണം, ഒരു പച്ചടി ഉണ്ടാക്കണം, ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കണം, കുറേ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ ബീൻസ് തോരൻ, ക്യാബേജ് തോരൻ ഇവിടെ 2 ബോക്സിലുണ്ടാക്കിയേ. പിന്നെ വെള്ളരിക്ക കൊണ്ട് നമ്മുടെ പച്ചടി, പിന്നെ പൊട്ടറ്റോ മെഴുക്കുവരട്ടി എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കറികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ബിസി ഡേ ആയിരുന്നേ. അപ്പോൾ ഇനി ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയായി. ഇനി കുളിച്ച് കിടക്കേണ്ട സമയമായി. പിന്നെ നമ്മുടെ സാമ്പാർ, ചിക്കൻ കറി, ഇതിൻ്റെ എല്ലാം ചൂട് പോയിട്ട് വേണം ഇനി എടുത്ത് ഫ്രിഡ്ജ് വെക്കാൻ. പിന്നെ കുക്കിംഗ് ഇനി നമുക്ക് തുടരുന്നതായിരിക്കും. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഓഫ് ഡേ ആണ്. അപ്പോൾ ബാക്കി കുക്കിംഗ് കൂടെ വരുന്നതാണ്. ഇവിടെ തീർന്നിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കറികളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഉരുളിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഈ ഉരുളി ഉണ്ടല്ലോ ഒരു അടിപൊളി സംഭവം കേട്ടോ. നമുക്ക് ഇച്ചിരി കൂടുതലായിട്ടൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ ഇങ്ങനത്തെ ഒരു ഉരുളി നാട്ടിൽ പോകുമ്പം പുറത്തുള്ളവരൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. എനിക്ക് ഉരുളി ഒത്തിരി ഹെൽപ്പായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ, ഗോഡ് ബ്ലസ്.